വയനാട് വള്ളിയൂർക്കാവിൽ പോലീസ് വാഹനം ഇടിച്ച് കച്ചവടക്കാരൻ മരിച്ചതിൽ പ്രതിഷേധമുണ്ടാകുന്നു. അപകടമുണ്ടായ സ്ഥലത്ത് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. വാഹനം കാലപ്പഴക്കം ചെന്നുവെന്നും ടയർ തേഞ്ഞെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും RTOയും വരാതെ വാഹനം വിട്ടു നൽകില്ലെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴുള്ള ഡിമാൻഡ്. ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ ഒരു കാരണവശാലും RTO വന്ന് ഇതിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് അതിന്റെ ഡീറ്റെയിൽസ് പറയാണ്ട് ഞങ്ങൾ വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല. ഒന്നും ഒരു മാറ്റം 10 മിനിറ്റ് കൂടെ ആയില്ലോ വണ്ടി കൊണ്ട് വണ്ടിയുടെ ഡ്രൈവർ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. വണ്ടിന്റെ ടയർ ഉണ്ട് നിങ്ങളുടെ വണ്ടിന്റെ ടയർ ഇത് റോഡിൽ നമുക്ക് എന്താ ചെയ്യാൻ ടയർ എടുക്കാൻ വണ്ടി എടുക്കാൻ അനുവദിക്കില്ല. ഇന്ന് തീരുമാനമാണ് വണ്ടി എടുക്കാൻ പറ്റില്ല. ഒരു മാറ്റമില്ല. വിശദാംശങ്ങൾ ഷെഫീഖ് ഇളയോടത്ത് നൽകും. ഷെഫീഖ്, ഈ ടയർ ചൂണ്ടിക്കാണിച്ചാണ് കാലപ്പഴക്കം നാട്ടുകാർ വാദിക്കുന്ന ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ നമുക്കത് ഏകദേശമൊക്കെ വ്യക്തവുമാണ്. അക്കാര്യങ്ങൾ ഒരു അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് ഇല്ലായ്മ തന്നെയാണ് എന്നുള്ള ആരോപണം ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുമ്പോൾ RTOയും പോലീസും ഒക്കെ എത്താനുള്ള സാധ്യതകളുണ്ടോ, അതോ കൂടുതൽ തർക്കത്തിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ? തർക്കം പരിഹരിച്ചിട്ടുണ്ട്. അഭിലാഷ് സമയത്തിനകം RTO എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ജീപ്പ് കൊണ്ടുപോകാൻ സമ്മതിക്കുകയുള്ളൂ എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലെ വാഹനമാണ്. 4 പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു. മാഹി എന്നുള്ള ഒരു കൃത്യമായി വരുന്ന സമയത്താണ് നിയന്ത്രണം വിട്ട വാഹനം നേരെ ഒരു ഉന്തുവണ്ടിയിലും ആൽത്തറയും വായുന്ന ഒരു അപകടമുണ്ടായത്.